4 ദിവസമായി വില കുറഞ്ഞു വന്നിരുന്ന സ്വർണത്തിന് ഇന്ന് വില വർദ്ധിച്ചു. അന്തർദേശീയ വിപണിയിൽ സ്വർണ്ണവില ചാഞ്ചാട്ടം തുടരവെയാണ് കേരളത്തിലെ വില വർധനവ്. അമേരിക്കയും ചൈനയും തമ്മിലുള്ള ചുങ്കപ്പോര് ശക്തമായിരിക്കെ അന്തർദേശീയ വിപണിയിൽ ആശങ്ക വ്യാപിച്ചിട്ടുണ്ട്. ചൈനയ്ക്കെതിരെ 104% നികുതിയാണ് അമേരിക്ക പ്രഖ്യാപിച്ചത്. ചൈനയുടെ ഭാഗത്തുനിന്ന് ശക്തമായ തിരിച്ചടിയാണ് പ്രതീക്ഷിക്കുന്നത്. ഓഹരി വിപണിയിലും മ്ലാനത തുടരുകയാണ്. വിപണിയിൽ സുസ്ഥിരത വന്നാൽ മാത്രമേ കൃത്യമായ പ്രവചനം നടക്കൂ. അതുവരെ സ്വർണ്ണവിലയിൽ അവ്യക്തമായ കാര്യങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കുറഞ്ഞിരുന്നെങ്കിലും ഇന്ന് പവന് 520 രൂപയായി വർദ്ധിച്ചിരിക്കുകയാണ്. ക്രൂഡ് ഓയിൽ വിലയിൽ വലിയ ഇടിവുണ്ടായിട്ടുണ്ട്. ബ്രന്റ് ക്രൂഡ് ബാരലിന് $60 താഴെയാണ് വില. ഇറക്കുമതി രാജ്യമായ ഇന്ത്യക്ക് ഇത് വലിയ ലാഭം നൽകും. രാജ്യത്ത് പെട്രോൾ ഡീസൽ വില വൻതോതിൽ കുറയേണ്ടതാണ്. എന്നാൽ ജനങ്ങൾക്ക് ഇതിന്റെ നേട്ടം നൽകാതെ കേന്ദ്ര സർക്കാർ എക്സൈസ് നികുതി കൂട്ടുകയാണ് ചെയ്തത്. പെട്രോൾ, ഡീസൽ എന്നിവയ്ക്ക് 2 രൂപ വീതം നികുതി സർക്കാർ കൂട്ടി. കേരളത്തിൽ ഇന്ന് ഒരു പവൻ സ്വർണത്തിന് 66,320 രൂപയും ഗ്രാമിന് 8,290 രൂപയുമാണ് വില. ഗ്രാമിന് 65 രൂപയാണ് കൂടിയത്. 18 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 50 രൂപ വർദ്ധിച്ച് 6,795 രൂപയായി. അതേസമയം വെള്ളിയുടെ വിലയിൽ മാറ്റമില്ല. ഗ്രാമിന് 102 രൂപ എന്ന നിരക്കിൽ തുടരുന്നു. അന്തർദേശീയ വിപണിയിൽ ഔൺസ് സ്വർണത്തിന് $3,008 പുതിയ വില. വ്യാപാരം തുടരുന്നതിനാൽ ഇതിൽ മാറ്റം വരും. കേരളത്തിൽ ഈ മാസം രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന പവൻ നിരക്ക് 68,480 രൂപയും കുറഞ്ഞ നിരക്ക് 65,800 രൂപയുമായിരുന്നു. ഏറ്റവും ഉയർന്ന നിരക്കുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ന് 2,160 രൂപയുടെ കുറവുണ്ട്. ഡോളർ മൂല്യം കാര്യമായി ഉയരുന്നില്ല. 102 എന്ന നിരക്കിലാണ് സൂചിക. യഥാർത്ഥത്തിൽ സ്വർണ്ണവില ഉയരാനുള്ള സാധ്യതകളാണ് വിപണിയിലുള്ളത്. ട്രംപിന്റെ പുതിയ ചുങ്കപ്പോരിൽ നിക്ഷേപകർ ആശങ്കയിലാണ്. ഈ വേളയിൽ പണം നഷ്ടമാകാതിരിക്കാൻ എല്ലാവരും സ്വർണം വാങ്ങി സൂക്ഷിക്കുകയാണ് പതിവ്. അതിനാൽ സ്വർണ്ണവില ഉയരുകയാണ് ചെയ്യുക. എന്നാൽ വില വൻതോതിൽ ഉയർന്ന വേളയിൽ ലാഭം കൊയ്യുക എന്ന ലക്ഷ്യത്തോടെ വിറ്റഴിക്കൽ വർദ്ധിച്ചതാണ് സ്വർണ്ണവില താഴാൻ ഇടയായത്. അമേരിക്കയുടെ പുതിയ ചുങ്കത്തിന് തിരിച്ചടി നൽകുമെന്ന് ചൈന സൂചിപ്പിച്ചിട്ടുണ്ട്. ലോകം മൊത്തം വ്യാപാര ശൃംഖലയുള്ള അമേരിക്കയുടെ ചുങ്കം ചുമത്തൽ എല്ലാ രാജ്യങ്ങളെയും ബാധിച്ചിട്ടുണ്ട്. ഏറ്റവും കുറഞ്ഞ ചുങ്കം 10%. ചൈനയ്ക്ക് 104% ചുമത്തിയിട്ടുള്ളത്. ഇന്ത്യക്ക് 26%, ഇസ്രായേലിന് 17%, സൗദി അറേബ്യയ്ക്ക് 10%വുമാണ് ചുങ്കം.